ഞാൻ കരഞ്ഞു പോയി. കാരണം ഇത് അങ്ങനെയൊന്നും നമ്മളിതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടാണ്, വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ 10 മണിക്ക് മൂന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം 10 മണിയായാലും വിളിക്കൂല തന്നെ. അത് തന്നെ വെളുപ്പിന് 5:30 ഞാൻ പരിപാടിയും കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങിയ 6 മണിയാകുമ്പോൾ തോന്നുന്നു കോട്ടായി ചായ വേണ്ടേന്ന് ചോദിച്ചു വിളിക്കുമ്പോൾ അപ്പൊ മനസ്സിലായി ഡിസ്റ്റർബ് ചെയ്യാനല്ലാതെ. അമ്മ വരുമ്പോ തരൂല, ഇപ്പോഴും എടുത്ത് കൊടുത്തിട്ടില്ല. ടൂർണമെന്റ് നടത്താൻ അതെ അതെ. നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതിന് ശേഷം മനസ്സിലാക്കി എടുക്കുന്ന ഒരു ഘട്ടമെത്തും. പിന്നെയാണ് ഈ ബോണ്ട് ക്രിയേറ്റ് ആവുന്നത്. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പരസ്പരം ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്, പരസ്പരം കളിയാക്കാൻ പറ്റുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ഇതുവരെ എത്തിക്കാന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായ ജോലിയാണ്. ഇത് ആരാ ഇത് ശരിക്കും ലീഡ് ചെയ്തിരിക്കുന്നത്? ഇതിൽ ആരാ മാസ്റ്റർ ബ്രെയിൻ? എനിക്ക് സ്പേസ് തരുന്നുണ്ട് സംസാരിക്കാനുള്ള, എന്ത് പറയാനാണെങ്കിലും എനിക്ക് അതിനുള്ള ഒരു സ്പേസ് തരുന്നുണ്ട് ആള്. അപ്പൊ അതുകൊണ്ട് ഇവരെ കേൾക്കണം. ഏതൊരു ഭാര്യയുടെ ആഗ്രഹം അവരെ കേൾക്കണം എന്നുള്ളതാണ്. നമ്മൾ അവരെ കേട്ടാൽ അവർ ഹാപ്പിയാണ്. എനിക്ക് പറയാനുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ഞാൻ വെളുപ്പിനെ പരിപാടിയും കഴിഞ്ഞിട്ട് ഒരു രാത്രി ഇപ്പൊ ഇന്നിപ്പോ 10 മണിക്ക് മൂന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം 10 മണിയായാലും വിളിക്കൂല തന്നെ. അത് തന്നെ വെളുപ്പിന് 5:30 ഞാൻ പരിപാടിയും കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങിയ 6 മണിയാകുമ്പോൾ തോന്നുന്നു കോട്ടായി ചായ വേണ്ടേന്ന് ചോദിച്ചു വിളിക്കുമ്പോൾ അപ്പൊ മനസ്സിലായി ഡിസ്റ്റർബ് ചെയ്യാനല്ലാതെ. 5:30 വന്ന ആള് 6 മണിയാകുമ്പോഴത്തേക്ക് തോന്നും ചേട്ടായി. അത് ഞാൻ പിന്നെ പറയാനായിട്ടാ, അത് പറയാനാ. ചേട്ടായി ചായ വേണം, കോട്ടായി പൊയ്ക്കേ. തലേദിവസം നേരത്തെ നടന്നു പറഞ്ഞാലും വിളിക്കൂല, 10 മണിയാലും വിളിക്കൂല. അങ്ങനത്തെ അമ്മ വരുമ്പോ തരൂല, വന്നേ കിടക്കാൻ തന്നൊരു ചായ കുടിച്ചിട്ട് കിടക്കട്ടെന്ന് പറയൂല. ആ കിടന്നു ഉറങ്ങിക്കൊന്നുണ്ട്. അത് മുമ്പിലത്തേക്ക് ഉറങ്ങണം. ഇത് കഴിഞ്ഞിട്ട് ആ കണ്ണുറങ്ങുമ്പോ അപ്പൊ തന്നെ ഒന്ന് വിളിക്കും. അങ്ങനെയുള്ള ചില തമാശകളൊക്കെ കാര്യങ്ങളിലൊക്കെ അടികൂടി കഴിഞ്ഞു നിങ്ങൾ. ഇപ്പൊ എന്തിലും അടികൂടുന്നത് ശരിക്കും? ഇപ്പൊ അടികൂടാനുള്ള വിഷയങ്ങളില്ല, അതാണ് ഇപ്പൊ ഒരു വിഷയം. പക്ഷെ എങ്കിലും ഒരു അടിയെങ്കിലും പിന്നെ അടി പൂര ബഹളം. ഞങ്ങളുടെ അടിയൊക്കെ അവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചറിയാം. അടി കണ്ടോ ഇന്ന് അപ്പൊ ഇവര് വിഷമിച്ച് അപ്പുറത്തെ മുറിയിലേക്ക് പോകും. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചിരിയേക്കുമ്പോൾ വരുമ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിരിക്കും കൂടെ 2 മിനിറ്റ് മാക്സിമം. എനിക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ മുമ്പേ ചെല്ലണം. അവിടെ ഒരു ഉദ്ഘാടനത്തിന് പോയാലും ഇച്ചിരി നേരത്തെ ഇച്ചിരി നമ്മൾ വണ്ടി മാറ്റിയിട്ടാലും അവരെ ബുദ്ധിമുട്ടിക്കണ്ട. എവിടെ മരിച്ചെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയാലും ഒരു 1/2 മണിക്കൂർ ലേറ്റ് ആവാതെ ഇറങ്ങില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ താഴ്ത്തു പോയിട്ട് അയ്യോ ഗ്യാസ് ഓഫ് ചെയ്തില്ലെന്ന്. അങ്ങനെയുള്ള പ്രശ്നത്തൊക്കെ ഞാൻ വഴക്കിടുന്നത് രാവിലെ. ഈ ടൈമിങ്ങിന് ഒരു പ്രാധാന്യമില്ലാത്ത ആൾക്കാരാണ്. ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് സംസാരിക്കുന്ന കേട്ടപ്പോ ഈ കാര്യത്തിൽ സാജു ആയിരിക്കും അങ്ങനെ കാണിക്കുന്നത്. സമയം കറക്റ്റ് ആയിട്ട് നോക്കി പോണം. ഞാന് പോകും എവിടെയാന്നറിയോ, അമ്പലത്തിൽ പോകണ്ടെങ്കിൽ മാത്രം ഷാർപ്പ് ടൈമിംഗ്. ഇവിടെ അനീസ് എപ്പോഴും പറയും ചേച്ചിയുടെ കൂടെ പോണെങ്കിൽ അമ്പലത്തിൽ പോവാനെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്തിന് ഇറങ്ങും, അല്ലെങ്കിൽ ചേച്ചി പതുക്കെ ഇറങ്ങണം. അപ്പൊ എനിക്ക് എന്താ പറയുക, ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് എല്ലാം നീറ്റ് ആക്കി വെച്ചിട്ട് ഈ വണ്ടി ഒന്നിക്കുന്നു നേരം. ഞാൻ രാവിലെ എനിക്ക് കണ്ണൂർക്കും പറയാം ഡ്രൈവിംഗ് തുടങ്ങി, ഡ്രൈവിംഗ് ക്ലാസ് സിംഗിൾ ലിറ്റർ പാത്രം കഴുകല്. അത് കഴുകി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മറ്റേ വണ്ടിയും തള്ളിക്കുന്ന വെച്ച് നടക്കണം. ഇത് കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് കൊച്ചു കഴിച്ചതിൻ്റെ പാത്രം അത് കഴുകി. ഞാൻ എവിടെയെങ്കിലും ഒരു നേരം കഴുകിയാൽ പോരെ, അല്ലെങ്കിൽ 2 നേരം കഴുകും. ഇത് മിനിറ്റിന് ഇത് തന്നെ പണി. എന്തെങ്കിലും എനിക്ക് വേണം അപ്പുറത്തെ വീട്ടിലൊക്കെ പണിക്ക് കൊണ്ടുവന്ന് തോന്നുന്നു, ഫ്ലാറ്റിലൊക്കെ. ഇവിടെ കിട്ടാൻ ഒഴിച്ചു ഞാനിപ്പോൾ എന്ത് ചെയ്യും, എനിക്കൊന്നും ഇല്ലല്ലോ എന്നിട്ട് അപ്പുറത്ത് മുട്ടിട്ട് പോയി എനിക്ക് എന്തെങ്കിലും പണിതാ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകുന്നു. ഫുള്ള് ഇത് തന്നെ പരിപാടിയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ പ്രത്യേകിച്ച് എല്ലാം ചെയ്തു വെച്ചിട്ട് വേണം തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരുമ്പോ. അങ്ങനെ ഇപ്പൊ വിനായകനൊക്കെ ഒരു സ്പേസിൽ നിന്ന് വേറൊരു ഏരിയയിലേക്ക് കയറി പോയല്ലോ. അത്തരത്തിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടേഴ്സിലേക്കൊക്കെ എത്തണം എന്നൊക്കെ തോന്നാറുണ്ടോ മനസ്സിൽ? എന്താണ്? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ക്യാരക്ടർ വേഷം ചെയ്യാനായിട്ടാണ് താല്പര്യം. ഞാൻ ഈ ഹ്യൂമർ ഞാൻ പഠിപ്പിക്കുമ്പോഴും ഞാൻ കളിക്കുമ്പോഴും ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണ സമയമൊക്കെ ആയപ്പോഴും ഞാൻ അമേച്ചർ നാടകങ്ങൾ പഠിപ്പിക്കുന്ന ആളാണ്. അമേച്ചർ നാടകങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കുക, അത് പ്രൈസ് മേടിക്കുക, അങ്ങനെ പോയ ഒരാളാണ്. എനിക്ക് അമേച്ചർ നാടകം കളിക്കാനാണ് ഇഷ്ടം, സീരിയസ് ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പോൾ വന്നേക്കുന്നത് ഒരു തമിഴിൽ നിന്ന് തന്നെ സീരിയസ് ക്യാരക്ടറാണ് വന്നേക്കുന്നത്. അതിനാണ് ബോഡി.
നിങ്ങൾ തമിഴിൽ ശരിക്കും അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിന് ഉപയോഗിക്കാൻ എൻ്റെ ബോഡി കുറച്ചുകൂടെ ഇത്രയും പോർഷൻ കുറച്ചുകൂടെ കുറക്കണം, കുറച്ച് ഇങ്ങനെയാണ് അവർ അയച്ചു തന്നിട്ടുണ്ട് എനിക്കത്. അതിൻ്റെ ഡയറ്റീഷ്യൻ്റെ കാര്യം എൻ്റെ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് അവർ ഡീറ്റെയിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടി കുറേ കൂടി വണ്ണം കുറയണം. അല്ല, മെയിൻ ക്യാരക്ടറാണ് ഞാൻ. ലീഡ് അടിപൊളി. അപ്പോൾ അത് അവർ ബോഡി സെറ്റ് ആവണം. ആ സമയത്ത് ഷൂട്ടും തുടങ്ങും. ഞാൻ ചോദിച്ചത് ഏതാ കൂടുതൽ ആസ്വദിക്കാന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇത് ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് വേറൊരു കലാരൂപം പോലെയാണ്, മാസ് മീഡിയ ആണ്. സ്റ്റേജും സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കോർട്ടിൽ നമുക്ക് പ്ലേയേഴ്സ് നടക്കുന്നുണ്ട്, അത് സ്റ്റേജാണ്. ഗോൾ പോസ്റ്റിൻ്റെ ഉള്ളിൽ ഗോൾ ഇരിക്കുന്നുണ്ട്, അത് സിനിമയാണ്. ആ ഫ്രെയിമിൽ നിന്ന് അയാൾക്ക് പോകാൻ പറ്റില്ല. ഇത് എവിടെ വേണമെങ്കിലും പോകും, അപ്പുറത്ത് സ്റ്റേഡിയത്തിൽ വരെ ഓടിയിട്ട് പോരാ. അപ്പം അങ്ങനെ ഉള്ളൊരു ഇതാണ് സ്റ്റേജ്. സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ ഫ്രെയിം വെച്ചെങ്ങനെ അങ്ങനെ അത് ദൈവം സഹായിച്ച് ആദ്യമേ തൊട്ട് കുഴപ്പമില്ലാണ്ട് കിട്ടി ഭാഗ്യത്തിന്. ഇത് ആദ്യം നമ്മൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ ഡെസ്പായി പോവും. രശ്മിക്ക് ഏതാണ് കൂടുതൽ? എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണതാണ് ഇഷ്ടം. അപ്പൊ ഞാൻ തല്ലുകൊണ്ട് ചാവണം. അങ്ങനെയില്ല, ഇപ്പൊ ഇല്ല, സ്റ്റേജിൽ പെർഫോം ചെയ്യണ തന്നെ ഇഷ്ടം. കുറച്ചുകൂടെ ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ സ്കിറ്റ് ഒക്കെ. അപ്പോൾ അത് ചിലർക്കൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ കൂടുതൽ പേരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിറ്റുകൾക്കൊക്കെ ടെലിവിഷനിലൊക്കെ കുറച്ചുകൂടെ റീച്ച് കിട്ടുന്നുണ്ട്. ഏത് പക്ഷത്താണ് രശ്മി? പെട്ടുപോകുന്നു. അല്ല, അത് കളിയാക്കിയിട്ട് അത് ചെയ്യും, അത് ചെയ്യല് താല്പര്യമില്ല. പക്ഷെ ചേട്ടാ അങ്ങനെ കളിയാക്കിക്കൊണ്ടൊരു ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ എപ്പോഴും ചേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ പറ്റി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അയാളും കൂടി ആസ്വദിക്കുവാണെങ്കിൽ നമുക്ക് ആ തമാശ പറയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ അവരങ്ങോട്ട് ഒരു ഇപ്പൊ നേരത്തെ സുധിച്ചേട്ടനായിട്ട് ഒരുപാട് തമാശകൾ ഇവർ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പൊ സുധിച്ചേട്ടനും കൂടി അത് ആസ്വദിച്ചുകൊണ്ട് ഇവര് പല കാര്യങ്ങളും സുധി തന്നെ അവര് തന്നെ പറയും നമ്മളോട് ഇങ്ങനെ പറ, അപ്പൊ നമുക്ക് ചിരി കിട്ടും. അന്നത്തെ കാലഘട്ടം അത് ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്കത് മനസ്സിലായി. ഇപ്പോഴത്തെ ജനറേഷൻ അത് പിടിക്കണമെന്ന് മനസ്സിലായി. കാരണം ബോഡി ഷെയ്മിങ്, കളർ പറഞ്ഞാൽ അത് ഇഷ്ടമല്ലെന്ന് മനസ്സിലായി. പിന്നെ അപ്പം തന്നെ അത് വൈൻഡപ്പ് ചെയ്യും. ഞാനിപ്പോഴും ഒരു ട്രാൻസ്ജെൻഡറിനെ കളിയാക്കിയിട്ട് സ്കിറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാം ഇങ്ങനെ മാറ്റി 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 വന്നേക്കണാണ്. പക്ഷേ ഇതിലൊക്കെ ഉപരി അല്ലാതെ കുറേ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും. ഇതൊന്നും കൊണ്ടൊരു തലമുറ വഴി തെറ്റില്ല. കേൾക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്ക് ഫീൽ ചെയ്യും, ഒക്കെ ശരിയാണ്. അപ്പം നമ്മളതുകൊണ്ട് ഇപ്പോൾ ഒരു കാരണവശാലും സ്കിറ്റിൽ ആരും കളിയാക്കണം. നമ്മൾ പുതിയ തലമുറക്ക് ദോഷം വന്ന രീതിയിലുള്ള കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. അപ്പം അതിലും കൂടി നമ്മൾ ഇൻവോൾവ്ഡ് ആകണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ആ ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടില്ല. നമ്മൾ യുവതലമുറക്ക് ദോഷമാകുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കൈയടിച്ചാൽ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് തന്നെ. ഞാനൊരു സിനിമ ഉണ്ട് കഴിഞ്ഞപ്പോൾ അതിലിങ്ങനെ വലിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ പൊരിഞ്ഞ കഴിഞ്ഞു തിയേറ്ററിൽ. ഒരു സിനിമയിൽ തുടക്കം പോലെ അവസാനം വരെ ചീർട്ടുകൂടിയും വലിയ കള്ളുകൂടിയും ഇത് തന്നെ തീരും വരെ. അതൊക്കെ ചെറുപ്പക്കാരിലേക്ക് എന്താ കൊടുക്കുന്നത് പുതുതലമുറക്ക്? അതാണോ നമ്മളൊരാളെ കളറിനെ പറ്റി കളിയാക്കുന്നതാണോ? ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാ ദോഷം? ഞാനത് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. നമ്മളെന്തായാലും അത് ഡ്രോപ്പ് ചെയ്ത് ആരും ചെയ്യില്ല. ഇനി അത് ബോഡി ഷെയ്മിങ് ആരും ചെയ്യില്ല. അതില്ലാണ്ടും തമാശകളുണ്ടാവും. മിമിക്രി എന്ന് വെച്ചാൽ കാരിക്കേച്ചറാണ്. അത് എന്നെ ചേട്ടനെ ഇങ്ങനെ വരച്ച് കാണിച്ചാൽ ചിരിക്കൂല ജനം. അതൊരു വക്രിച്ച് കാണിച്ചാലേ ചിരിക്കുള്ളൂ. അപ്പോൾ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ല പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു പരിപാടി സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പരിപാടി തുടങ്ങാൻ ഒരു അരമണിക്കൂറുള്ളപ്പോൾ കോള് വന്നതാണ്. കൂടെ കളിക്കണ അവൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു മാനേജർക്ക്. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് നമുക്ക് അവനോട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒന്നും പറയാൻ പറ്റില്ല. കാരണം പരിപാടി തന്നിൽ കമ്മിറ്റിക്കാർ തല്ലും. അന്നത്തെ കാലഘട്ടം അതാ. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും പരിപാടി നടക്കണം. പറയേണ്ടെന്ന് പറഞ്ഞ് പരിപാടി നടത്തിയപ്പോൾ ഇവൻ എൻ്റെ ഓപ്പോസിറ്റ് സ്കിറ്റ് കളിക്കുമ്പോൾ നിന്ന് പറന്നാണ് കളിക്കുന്നത്. പതിവിൽ കൂടുതൽ ഇതായിട്ട് കളിക്കുക. പക്ഷെ എനിക്ക് പറ്റണില്ല. ഞാനിത് അറിഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പറയാനും ഇവന് നോക്കിയെടുത്തിട്ട് കാണാനില്ല. അപ്പോൾ ഈ ട്രാവലിൻ്റെ ഏറ്റവും ബാക്കിയപ്പോൾ കിടന്ന് കരയും അവൻ. ഞങ്ങളറിയുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവൻ അറിഞ്ഞതാണ്. അവൻ അറിഞ്ഞു വെച്ചിട്ടാണ് ഈ ഇത്രയും പെർഫോം ചെയ്ത സ്റ്റേജിൽ. അപ്പം അങ്ങനെ കലാകാരന്മാർ എല്ലാം നമ്മുടെ വീട്ടിൽ എന്ത് സംഭവിച്ചാൽ നമ്മൾ അതെന്താ പറയണമെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം.
തന്നെ ഫീൽ ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് വരട്ടെ എന്നുള്ളതാണ്. ക്യാരക്ടർ റോളുകൾ കിട്ടിയാലേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. മിമിക്രി ആർട്ടിസ്റ്റുകൾക്കൊക്കെ അങ്ങനത്തെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, എല്ലാ കാലഘട്ടത്തിലും അംഗീകരിക്കുന്നുണ്ട് നമ്മുടെ സമൂഹം. അവർക്ക് നന്നായി പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. ഇപ്പോൾ സാജുവിന് ശരിക്കും അങ്ങനെ ഒരു അവസരം കിട്ടണം. എനിക്ക് ആ ക്യാരക്ടർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഒരെണ്ണം വന്നുണ്ട്. ആ വരട്ടെ. അല്ല, ഒരു 85 വയസ്സുള്ള ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. ഓ, അത് അത്തച്ചമയത്തിന് പ്രച്ഛന്ന വേഷത്തിന് 85 വയസ്സുള്ള ക്യാരക്ടറൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുക. പക്ഷെ വരുന്നുണ്ട്, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, ഒരു നല്ല ക്യാരക്ടർ വരുന്നുണ്ട്. അത് അതിൻ്റെ ഒരു പണിപ്പോരല്ല ഞാനും. ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് 75 വയസ്സുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കളാന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്ത്, ഇദ്ദേഹം എൻ്റെ ബ്രദറും കൂടിയാണ് മെയിൻ ക്യാരക്ടർ. 75 വയസ്സുള്ള 80 വയസ്സുള്ള 2 ക്യാരക്ടറായിട്ട്. അതിനൊത്തിരി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ ഫിലിം ഫെസ്റ്റിവലിൻ്റെ മികച്ച സംവിധായകൻ ഞാനാണ്. ഭരതൻ സാറ മെമ്മോറിയലിൻ്റെ മികച്ച ഷോർട്ട് ഫിലിം ഇതാണ് കളയാണ്. സൗത്ത് ഇന്ത്യൻ ഷോർട്ട് ഫിലിമിൻ്റെ മികച്ച ഷോർട്ട് ഫിലിം ഇതാണ് കളയാണ്. അങ്ങനെ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. വിശേഷങ്ങള് അത് ചേട്ടയുടെ കഥ ചേട്ടയെ സംവിധാനം ചെയ്ത് എല്ലാം ചേട്ടയെ തന്നെ. ഞാനും ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ബെഹ്റയുടെ കട്ടുള്ള ചേട്ടൻ എന്ന് പറഞ്ഞില്ലേ, ആ ചേട്ടനും ഞാനും കൂടിയാണ് ചെയ്തത്. ഞങ്ങള് വയസ്സായൊരു അച്ഛനും അമ്മയായിട്ടൊരു, അത് ഒരു മലയുടെ മുകളിൽ താമസിക്കുന്ന അച്ഛനും റേഞ്ചിൽ. അവർ 10-15 വർഷം അവിടെ വന്നിട്ട് അവർക്കൊരു മോനുണ്ടെന്നറിയാം, ആരും അതുവരെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ആ ഈസ്റ്ററിൻ്റെ തലേന്ന് മോൻ വരുവാണ്. മോന് ഭക്ഷണം കൊടുക്കാൻ അടിവാരത്ത് ഇറച്ചി മേടിക്കാൻ പറഞ്ഞവർ അവനുള്ള ഭക്ഷണങ്ങൾ റെഡിയാക്കലാണ്. അങ്ങനെ മോൻ വന്ന് മോൻ്റെ തലയിലൊക്കെ എണ്ണ വെച്ച് പോയി കുളിച്ചിട്ട് ഭയങ്കര കെയറിങ്ങായി അവർ. എന്നിട്ട് തിരിച്ചു വന്ന് ഊണൊക്കെ കൊടുത്തിട്ട് വാതിക്ക് വന്നിട്ട് മടിയിൽ തല വെച്ചൊന്ന് കിടക്കാൻ പറഞ്ഞു. അതിൻ്റെ കഴുത്തിട്ട് വലിച്ചു മുറുക്കി കൊന്നുകളയും. അച്ഛനും അമ്മയും കൂടി അമ്മ കാലെ പിടിച്ചോളാൻ പറയും കാലിൽ. അങ്ങനെ കൊന്ന് ഇവൻ 2 കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. അപ്പോൾ അതാ പറഞ്ഞത്, കളയെന്ന് പറഞ്ഞാൽ വിഷവിത്ത്, അത് വിതച്ചവൻ തന്നെ തിരിച്ചറിഞ്ഞ് പറിച്ച് കളയണമെന്നുള്ളതാണ്. അത് കാരണം ഒരു പറയാനുണ്ടായത് അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ ആ വാളയാർ പ്രശ്നം തന്നപ്പോൾ ഞങ്ങൾ 2 പേരും ഇതിനെതിരെ ഞങ്ങൾ സംസാരിച്ചു. അന്ന് ഞങ്ങൾ സൈമറിലല്ലേ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ട, ഞങ്ങൾക്ക് കുട്ടി വേണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് കുറച്ച് നാളായുള്ളൂ. പിന്നെ അത് തിരിച്ച് ചിന്തിച്ചതാണ്, ഫാമിലിയിലേക്ക് നിർബന്ധം കൊണ്ട് ചിന്തിച്ചതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. 2 കലാകാരന്മാർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു. നല്ലൊരു ക്യാരക്ടർ നിങ്ങൾ ഉടനെ ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ ഒത്തിരി നല്ല നല്ല ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യട്ടെ. നല്ല വോയിസ് ആണ്, നല്ല ഡബ്ബിങ് നിർത്തട്ടെ. ഞാൻ വന്നപ്പോൾ ചോദിച്ചു ഡബ്ബിങ്. ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ പറഞ്ഞാൽ ചിലതൊക്കെ കാണണമെന്ന് പറയും, ചിലതൊക്കെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആകെ പഞ്ചസാര മിഠായി പുളി മിഠായിയുടെ കാര്യമൊക്കെ പറയുള്ളൂ, വേറെ ഒന്നും ചോദിക്കൊന്നുമില്ല എന്നോട്. സ്വർണം വേണമെന്ന് ഒന്നും പറയൂല. അപ്പോൾ അതിൽ പറഞ്ഞേക്കണ ഒരാൾ, ചേട്ടനെ കാണണമെന്ന് പറഞ്ഞേക്കണ ഒരേ ഒരാൾ. അതിലൊരു പുളിമുട്ടായി നമ്മൾ ഇന്ന് കഴിച്ചു. ഓക്കെ, അല്ല ഞാനും ഞെട്ടിപ്പോട്ടോ. വാല് തുറന്നപ്പോഴത്തേക്കേ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ വിളിച്ച ഒരാളുണ്ടല്ലോ, അപ്പൊ ആ ആളെന്നുള്ള ചിന്ത പാടില്ല. വാല് തുറന്നപ്പോ ഞാനും ഞെട്ടിപ്പോ. അല്ലേ, മനസ്സിലായില്ലായിരുന്നു സാജുവിന് ഞാനാണ് വരുന്നത്. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. സർപ്രൈസ് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സർപ്രൈസ് കൊടുത്തു സാജുവിന്. അതെ, ഞങ്ങളുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊന്നും ആഘോഷിക്കാറില്ല അങ്ങോട്ട്. അപ്പം ഞങ്ങൾ ഇയാളുടെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേകൾ ഒന്നിച്ച് ഞങ്ങൾ അമ്മമാരുടെ കൂടെ തന്നെ പോവുള്ളൂ. അപ്പം ഞാൻ ദുബായിലായിരുന്നു. എയർപോർട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്ക് വൈഫ് തന്നെ പറഞ്ഞു, ഇങ്ങനെ ചേട്ടായുടെ ബർത്ത്ഡേന് ഒന്ന് ഹഗ് ചെയ്തിട്ട് പോകുന്നു പോയി. അവിടെ ഞാനറിയാതെ അവിടെ ബർത്ത്ഡേ ആഘോഷം നടക്കുന്ന പരിപാടി നടക്കണം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ആഘോഷം അവിടെ നടക്കണം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കേക്ക് കട്ടിയുന്ന സമയത്ത് ഒരു പർദ്ദയിട്ട പെണ്ണ് കയറി വന്നേക്കുന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം. ഞാനപ്പോൾ ഇത് ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നു. ദുബായിൽ ഇത് പൊക്കിക്കഴിഞ്ഞപ്പോഴേ ഇയാളാ അവർ ഞാനറിയാതെ അവർ കൂട്ടുകാർ സുൽഫി മീഡിയ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അവിടെ, മീഡിയ. അപ്പം അവർ ടിക്കറ്റ് എടുത്ത് ഇതെടുത്ത് ഇവിടെ നിന്ന് വൈറ്റിലെ പോയിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത കോൾ തന്നെ വിളിക്കും, ചേട്ടാ പൊന്നുരുന്തിക്ക് അങ്ങോട്ട് പോകേണ്ടതെന്ന് ചോദിക്കുന്ന ആളാണ്. ദുബായ് വരുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. അല്ല, ഞാൻ തന്നെ ഞെട്ടിയിരിക്കുമായിരുന്നു. ഞാൻ അവിടെ എത്തുവാനുള്ള കാര്യത്തില് സംശയമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ പോണത്. എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം വരില്ലെന്ന് പറഞ്ഞത്. ഞാൻ വരില്ല, എനിക്ക് ഒറ്റയ്ക്ക് വരാനായിട്ട് പേടിയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അതുമല്ല, ഇത്രയും ദൂരെയൊക്കെ പോവാണ്. ഞാൻ ചില ഇതൊക്കെ കണ്ടിട്ടുണ്ട്, സർപ്രൈസ് തരാൻ വേണ്ടി വന്നിട്ട് അപകടം പറ്റിയതേ. എന്തെങ്കിലും വന്നു ചേട്ടേക്ക് ആരുണ്ടെന്നുള്ളൊരു ചിന്തയും. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പനീസ് എൻ്റെ
ചേട്ടയുടെ ആ ചെറുക്കനെ വിളിച്ചു. അവനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അനീസ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോടാ. അവർ വിളിച്ചു. അപ്പോൾ എന്നോട് ചേച്ചി അവർ ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ നമ്മൾ അറിയണം ചേട്ടനെ കൊണ്ടുപോയ ആൾക്കാർ തന്നെയാണ്. എന്നാൽ ചേച്ചി വരാമെന്ന് പറയാമെന്നുണ്ട്. അവൻ തന്നെ എല്ലാ പാസ്പോർട്ട് കോപ്പിയും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്ന് ടിക്കറ്റൊക്കെ കയ്യിൽ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ വിറക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ഇതുവരെ ഞാൻ പോയിട്ടില്ല. അതിന് മുന്നേ ഒരു 6 മാസം മുന്നേ ചേട്ടൻ്റെ കൂടെ പോയതാണെങ്കിലും ഒറ്റയ്ക്ക് അവരവിടെ ചെന്ന് എന്ത് ചോദിക്കും. അത് ഞാൻ ഹാൻഡ് ബാഗ് കൊണ്ടുപോകണ കൊണ്ടുപോയത്. എയർപോർട്ടിൽ കൂടി വലിച്ചെന്നെ പോണേ, ഏത് വഴിയോ പോണേ, പിള്ളേരെ കാണാൻ വെട്ടം കാണാൻ ഇങ്ങനെ നോക്കി. ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ നിന്ന് അവരെനിക്ക് വാട്സപ്പ് വഴി ഓരോന്ന് പറഞ്ഞു തന്നുണ്ട്, എന്തൊക്കെ കഴിഞ്ഞു, എന്ത് കഴിഞ്ഞ്, അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വോയിസ് ഇടുക. പിന്നെ ഞാൻ അവിടെ ചെന്ന് ഞാനൊരു വെളുപ്പിന് 3 മണിയൊക്കെ അപ്പോൾ അവിടെ എത്തി. എന്നെ അവിടെ തിക്കായും വൈഫും കൊച്ചൊക്കെ കൂടി വന്ന് പിക്ക് ചെയ്ത് അവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയാക്കി. ഞാൻ ദുബായിലിരുന്ന് ചേട്ടയോട് ചാറ്റ് ചെയ്യും, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച്. പുള്ളി ഒന്നും അറിഞ്ഞിട്ടില്ല. വൈകുന്നേരമായിട്ട് ഇവർ പർദ്ദയൊക്കെ മേടിച്ചെന്ന് അതൊക്കെ ഇട്ടിട്ട് ഞാൻ അവരുടെ കൂടെ അവിടെ ചെന്ന് ആ ഹോളിൽ ഏറ്റവും ബാക്കിൽ സീറ്റിൽ പോയിരുന്നു. അപ്പോഴേക്കും ആളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടൊരു ബാറ്റൊക്കെ കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ആ സമയത്ത് നെറ്റില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നി ആള് ഇത് ബാറ്റിൻ്റെ സന്തോഷം അറിയിക്കാൻ എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്കറിയാം. ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് വെച്ച് ആളോട് പറഞ്ഞു, മോനെ എനിക്കൊന്ന് വൈഫൈ കണക്ട് ചെയ്യുമല്ലോ എന്ന് ചോദിച്ചു. അപ്പം അവൻ വേഗം തന്നെ സാജ് പോയ തക്കത്തിന് എനിക്ക് വൈഫൈ കണക്ട് ചെയ്ത് തന്നു. ഞാനപ്പോൾ തന്നെ ചോദിച്ചേ അവിടെ എന്തായി പരിപാടി എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൻ്റെ വോയിസിൽ വെച്ചും ഇരിക്കും, ബാറ്റ് കിട്ടി, സർപ്രൈസ് ആയിട്ട് ബാറ്റ് കിട്ടി. അവിടെ ഞാൻ പുറത്ത് ജസ്റ്റ് ഞാൻ കണ്ടോണ്ടിരിക്കുക ഇത് കൊടുക്കണതും. അവരോട് പറയാം, എനിക്ക് പുള്ളി പറയുന്നുണ്ട്, എനിക്ക് വൈഫ് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ കളിയാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ ആള് അവിടെ നിന്ന് പറയുന്നുണ്ട്. സ്റ്റേജിൽ മൈക്കൊക്കെ വിളിച്ച് ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് പറയുന്നതൊക്കെ. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി വോയിസ് എന്തൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ചേട്ടേ അത് അവിടെ കണ്ടിന്യൂ ചെയ്യും, ഞാൻ എന്തായാലും ഒരു സിനിമ കണ്ടിരുന്നത് കട്ട് ചെയ്തു. ബാക്കിൽ നിന്നപ്പോൾ അവിടെ നിന്നപ്പോൾ എനിക്ക് ചങ്കടന്ന് ഇങ്ങനെ ഇടിക്കുവാണ്. എന്നെ കണ്ടാ മനസ്സിലാവുമല്ലോ കണ്ടിട്ട്. ഞാൻ മൊത്തം ഗ്ലൗ ഒക്കെ ഇട്ട് കൈ തൊട്ടാ ഞാൻ അത്രയും ലേഡീസിനെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, വൈഫിനെ കണ്ണിട്ട് വിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാൻ പോയി ഫസ്റ്റ് പിടിച്ചിട്ട് സമയത്ത് എൻ്റെ വൈഫാന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം ഗ്ലൗവും മേടിച്ചിട്ടേക്കുന്നു. ആ ബ്ലാക്ക് ഗ്ലൗവും അങ്ങനെ വന്ന് ആള് ഞെട്ടിപ്പോയപ്പോഴേക്കും. അല്ല പിന്നെ ഞാൻ കരഞ്ഞു പോയി. കാരണം ഇത് അങ്ങനെയൊന്നും നമ്മളിതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, വേണ്ട എനിക്ക് ബുദ്ധിമുട്ടാണ്, വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. അവർ മീഡിയക്കാർ അവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കൂടി വരും, അത് ആഘോഷിക്കും പരിപാടി. ഞാൻ വേണ്ട 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 ഞാൻ തലേദിവസം പറഞ്ഞു, വൈഫും കൂടി ഇല്ലാത്ത എനിക്ക് വേണ്ട, അങ്ങനെ ചെയ്യണം, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞു, വൈഫിനോട് 2 വാക്ക് സംസാരിക്കട്ടെ, ചേച്ചി ഞങ്ങളോട് തകർപ്പടി കൊണ്ടുവന്നവർ തന്നെ. ആ പക്ഷെ ഞാൻ പഠിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഒരു കാരണവശാലും അവിടെ എത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ പണ്ട് കളിച്ചിരുന്നത് സത്യത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ വരുമാനവും കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ മിസ് ചെയ്യില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ക്രിക്കറ്റാ ഞാൻ പോകുന്നില്ല. അല്ല കളി ഇതല്ല തോറ്റിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ കാര്യമില്ല. അല്ല എൻ്റെ എല്ലാവർക്കും ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, സിംഗേഴ്സ് എല്ലാത്തിനും ടീമുണ്ട്. അപ്പോൾ ഞാൻ മിമിക്രിക്കാരെ വെച്ചൊരു ടീം ഉണ്ടാക്കിയിട്ട് ജേഴ്സിയൊക്കെ അടിച്ച് ഞങ്ങൾ ഫസ്റ്റ് കളിക്കാൻ പോവാം. ഫസ്റ്റ് കളിക്കാതെ തന്നെ ഞങ്ങൾ 10 റൺ എടുത്തത്. ആകെ വലിയ കളിയാണ്. 10 റൺ എടുത്താൽ അതിലൊരുത്തന്നെ ഒരു 6 അടിച്ച്, ബാക്കി എല്ലാവരും കൂടി 4 റൺ എടുത്തത്. ആ ടീമിനെ വെച്ചിട്ട് ഞാൻ കളിച്ച് കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി 24 ടീം പങ്കെടുക്കുന്ന മഹീന്ദ്രയുടെ ടൂർണമെൻറ്റ് കപ്പടിച്ചത് എൻ്റെ ടീമാണ്. അങ്ങനെ കൊണ്ടുവന്ന ടീമാണ്. അങ്ങനെ കപ്പടിച്ചിട്ട് ഞാൻ ഓടിപ്പോയിട്ട് ഒറ്റ ചാട്ടം ചാറ്റി താഴ്ത്തിലോട്ട് റോപ്പില്ലേ, ബൗണ്ടറിയില്ല, റോപ്പിൽ ചവിട്ടിയിട്ട് കാല് ഞാൻ ഇങ്ങോട്ട് നിൽക്കണം, ഒരു പാത ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം. നേരെ എന്നെ എടുത്ത് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുക. അപ്പോൾ നോബിയും വൈഫും കൂടി വരുക കളി ഫൈനലിൽ എന്നും. അപ്പോൾ എന്നെ സ്ട്രെച്ചറിലെടുത്തിട്ട് ഓടിയപ്പോൾ നോബിയുടെ വൈഫ് കളി ജയിച്ചുകൊണ്ടാണ് സായിച്ചേട്ടനെ പൊക്കിക്കൊണ്ട് പോകണേന്ന്. നേരെ ആശുപത്രി പോയി കിടന്ന് അവിടെ നിന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് ലിഗമെൻ്റ് പ്രശ്നമായിട്ടുണ്ട്, ഒരു 6 മാസം എടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് 2 ദിവസം വേദന ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നേക്കണം, അവന് കാല് പയ്യെന്ന് പറഞ്ഞപ്പോൾ വന്നേക്കേ. അപ്പോൾ ഇവൻ വന്നപ്പോൾ ഇവൻ 2 കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ പറഞ്ഞു എണീക്കടാന്ന് പറഞ്ഞു. മറ്റേ സിദ്ദിഖ്, ലാലും, സുരേഷ് ഗോപിയുടെ ആശുപത്രി ഇപ്പോൾ എടുത്ത് തോളത്തേറ്റ് കൊണ്ട് ഇടിക്കില്ല. ഞാൻ ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് അവരാരെങ്കിലും ഇടിക്കാനാണോ തോളത്തെടുത്തിട്ട്? ഇത് അതുപോലത്തെ ആളാണ് വന്നേക്കണത്. എണീക്കടാന്ന് പറഞ്ഞു. എണീറ്റ് എന്നെ വീൽ ചെയറിൽ നിന്ന് താഴ്ത്തു കൊണ്ടുവന്ന് കാല് കുത്താൻ പറ്റില്ല. പണത്തിൽ നേരെ ഒരു വൈദ്യരെടുത്തുകൊണ്ടിട്ട് വൈദ്യർ വെച്ച് എന്ത് പറ്റി? അപ്പം പിന്നെ പോലെ സംഭവിച്ചത് അന്ന് അവിടെ ഇരിക്കുക. എൻ്റെ കാലിൽ തോർത്തിട്ട് മൂടി. അപ്പം ഞാനടുത്ത് പഴമൊക്കെ പഴുപ്പിക്കാൻ വെക്കണ പോലെ അങ്ങനെ വല്ല ആണെന്ന് വെച്ച് എൻ്റെ ഉള്ളി വർത്തമാനം കൊണ്ട് ഇപ്പോൾ ഏതൊക്കെ പടം എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ട് ഒറ്റ ചവിട്ട് കാലിട്ട് ചവിട്ടി ഞാൻ മുള്ളിപ്പോയി കസേരയിൽ. ഞാൻ ഇങ്ങനെ എനിക്കറിയാം താഴത്തോട്ട് ഇട്ടിട്ട് വീഴുന്ന കസേരയെന്ന്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഒറ്റ കരച്ചിലേ അറിഞ്ഞുള്ളൂ. ആ പുള്ളിക്കാരൻ അത്ര ദൂരം പോയി മാറിയിരുന്നു. എന്നിട്ട് ഇതിപ്പോൾ സിദ്ദിഖ് സാർ, ലാൽ സാറും സുരേഷ് ഗോപി ചേട്ടനും കൂടെ ഉള്ള സിനിമ.
പിന്നെ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ ചന്ദ്രലേഖയെ പുള്ളി അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് എനിക്ക് വരാൻ ഞാൻ എണീറ്റിട്ട് കൂളായിട്ട് നടന്നു നിന്ന് ഇങ്ങനെ വെച്ച കറണ്ടടിക്കുമായിരുന്നു. ആ പുള്ളിക്കാരൻ പറഞ്ഞത് നമുക്ക് ഇവിടെയുള്ള അസ്ഥികളുണ്ടല്ലോ അത് കീബോർഡിന്റെ പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയായിരുന്നു. ഒറ്റ ചവിട്ടേ വിട്ടുള്ളൂ. നടന്ന് വീട്ടിൽ വന്ന് ഞങ്ങൾ ഇടക്കെത്തിയപ്പോൾ വിളിച്ച് വീട്ടിൽ വെച്ചു. ഇതേ എത്തിയിട്ടാന്ന് പറയുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ വീൽ ചെയറായിട്ട് വന്ന് നിൽക്കുകയെ. ഞാൻ വണ്ടി എന്ന് പറഞ്ഞ് ഞാൻ നടന്നിറങ്ങി അകത്തോട്ട് അവിടെ ഇരുന്ന് കരയുന്ന ആള്. അപ്പം അങ്ങനെ കളിക്ക് പോയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്രിക്കറ്റ്, ഫുട്ബോൾ എൻ്റെ വീട്ടുപേരിലുണ്ട്. ഫുട്ബോൾ കുന്നേൽ പ്രദേശത്ത് നിന്നുണ്ട്. ഞങ്ങൾക്ക് ടീമുണ്ട്. പിന്നെ അടുത്ത മാസം അതിൻ്റെ ലീഗ് നടക്കാൻ പോകണമാണ്. കളി നമ്മൾ അന്നത്തെ കാലത്ത് കളിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും കളിക്കും. ടൂർണമെൻറ്റ് നടത്തിയിട്ട് സ്പോൺസർ മുങ്ങിക്കളഞ്ഞു. സ്പോൺസർ പൈസ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ തലകൊഞ്ഞ് ആലോചിക്കുക. അപ്പോൾ കുറച്ച് വളയൊക്കെ കൊണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ചേട്ടായി ടൂർണമെൻറ്റ് നടത്തിയിട്ട് ഇങ്ങോട്ട് വന്നായെന്ന് പറഞ്ഞു. പണയം വെക്കും എന്തോ ചെയ്തോളാൻ പറഞ്ഞു. കൊണ്ടു തന്ന ആളത് ഇപ്പോഴും എടുത്ത് കൊടുത്തിട്ടില്ല. ടൂർണമെൻറ്റ് നടത്താൻ അതിപ്പോ പറഞ്ഞത് നന്നായി. നാട്ടുകാരെ അറിയട്ടെ, നാട്ടുകാരെ അറിയിപ്പിക്കണ്ട. ഇതിൽ പറഞ്ഞിട്ട് ക്യാമറയിൽ പറഞ്ഞിട്ട് നാട്ടുകാരെ അറിയില്ലല്ലോ. അതെ അതെ അല്ല ഓരോ പ്രാവശ്യമായിട്ട് കൊണ്ടുപോയതാട്ടോ. ഞങ്ങൾക്ക് പക്ഷെ അതിനൊക്കെ ഓരോ ട്രോഫിയും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ കളിയും. അപ്പൊ ഇനിയും കുറെ ട്രോഫികൾ വരട്ടെ. അതിട്ട് ട്രോഫി എനിക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. ട്രോഫി ചുമന്നോടക്കാം. ഇവിടെ ചുമക്കാൻ പറ്റാത്ത ട്രോഫികളൊക്കെ ഇരിപ്പുണ്ട്. ഇതല്ല ഇതില് കൂടുതൽ 3 ടൂർണമെന്റ് ഇവര് അതിന് അവരുടെ ടീമിലുള്ള എല്ലാരും പറയും സാജു എന്തിനാ വെറുതെ ടൂർണമെന്റ് നടത്തി പൈസ കളയണത്, ആ പൈസ ഒരു ട്രോഫി അടിച്ച് വീട്ടിൽ വെച്ചാൽ പോലെ. 3 വർഷവും ഞങ്ങൾ തന്നെ ഇവര് നടത്തി എല്ലാത്തിനും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ മത്സരത്തിനും വരും. ഈരാറ്റുപേട്ട ടൂർണമെന്റ് നടക്കുന്നതൊക്കെ വരും. ക്രിക്കറ്റ് കളി ഞാൻ എന്തൊക്കെ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ആക്ടിവിറ്റി അതിൻ്റെ കൂടെ ഒക്കെ വരും. അപ്പൊ കളി ഇഷ്ടപ്പെടുന്നോണ്ട് ഈ വളകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പൊ കളിയില്ലെന്നല്ല, വളയില്ല. ഇപ്പൊ ഇവർക്ക് പണ്ട് ഇവർക്ക് സ്പോൺസർമാർ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഇവര് കളിച്ച് അത്യാവശ്യം പരിചയമൊക്കെ സ്പോൺസർഷിപ്പ് പിടിക്കാം. കളി പൊളിഞ്ഞാലും നമ്മള് പിടിച്ചു നിൽക്കും. അതാണ് ഇന്നലത്തെ പൊട്ടിയിട്ട് വന്നു. ഇന്നലെ പൊട്ടിയിട്ട് അതല്ല, കളിയൊക്കെ നോക്ക്. നമ്മുടെ ഉള്ളിലെ സ്പിരിറ്റ് അറിഞ്ഞോളാം. അല്ല അതിന്റെ തലേദിവസം കളിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അല്ല ഞാന് കളിയാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ കളിയാക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോ കളിയാക്കണ്ടേ. പിന്നെ ഡോക്ടർ കഴിക്കരുതെന്ന് പറഞ്ഞേക്കണേ. അല്ല കളി കാണാൻ എനിക്ക് എന്താ അറിയോ, കളിക്കുവാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് എനിക്ക് തലവേദനയൊക്കെ എടുക്കും. അവസാന സമയം കഴിഞ്ഞ ദിവസം ഇതേപോലെ 5 ഗോളിന് 10 റൺസ് എങ്ങാണ്ട് മതിയായിരുന്നു. എന്തായാലും ജയിക്കാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു. അതിന് മുന്നേ തന്നെ ഇവരൊന്നും ആഞ്ഞ് ശ്രമിച്ചായിരുന്നു. എന്നെ കാണുന്ന ക്രിക്കറ്റ് കളിക്കുന്ന ആ ചേട്ടന് ആളിരുന്ന് പറഞ്ഞു കൊടുക്കുവാൻ. അപ്പൊ ഞാൻ ഓർത്തു ആദ്യം സ്പീഡില് ചെയ്തു പോയാൽ ആളുണ്ടായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ എല്ലാവരും നല്ല കളിക്കുന്ന ടീമായിരുന്നു. അപ്പൊ ആഞ്ഞു പിടിച്ചായിരുന്നെങ്കിൽ ജയിക്കാന്ന് തോന്നി. പക്ഷെ അവര് ആഞ്ഞു പിടിച്ചു. അപ്പൊ ഞങ്ങൾക്ക് CCF എന്ന് പറഞ്ഞ സംഘടന ഉണ്ട് എറണാകുളത്ത്, സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞു. ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ട്. കളിക്കുമെങ്കിൽ വരാം. ആഗ്രഹമുള്ളതാ, പക്ഷെ കളിക്കാൻ അറിഞ്ഞൂടന്നേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ മടലും കമ്പൊക്കെ എടുത്ത് കളിച്ചതാ. അല്ല ഇവിടെ കളിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ കളി അറിയില്ലാത്തവർക്ക് കളിക്കാനുണ്ട്. ഇവിടെ ഈ മറ്റേ കോഫി ഷോപ്പില്ലേ, മറ്റേ ലുഡോ ചെസ് കുറെ സാധനമുണ്ട് ഇവിടെ. ചില ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഓക്കെ ആയിരിക്കും. ബുദ്ധിപരമായിട്ടുള്ളൊന്നുമില്ല, അതുകൊണ്ട് അതും ഇല്ലാതായി. അപ്പൊ എന്തായാലും നന്നായിട്ട് പോവുക. എനിക്ക് ക്യാരക്ടർ റോൾ ഏതെങ്കിലും നല്ലത് സാജി ചെയ്ത് കാണാനും ആഗ്രഹമുണ്ട്. ഞാനത് ആദ്യം ക്യാരക്ടർ റോൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വിളിച്ചു പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. എന്നെ ഉടനെ വിളിക്കാൻ കഴിയട്ടെ. ഓക്കെ, സന്തോഷം. നന്ദിയുണ്ട് സംസാരിക്കുന്നത്. താങ്ക് യു. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കുറച്ച് നീളം പോയാലും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. രണ്ടുപേരും കൂടെ വന്നപ്പോഴാണ് ആ ഒരു വൈബ് സെറ്റായി. താങ്ക് യു. അതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയണത്, എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഉപദ്രവവും എല്ലാം. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം ഞങ്ങളുടെ വീട്ടിൽ വന്നതിൽ പ്രത്യേകിച്ച്. തീർച്ചയായിട്ടും. താങ്ക് യു.